Unit number 1, Introduction to Organization. Unit number 1, Introduction to Organization. ഈ ചാപ്റ്ററിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒന്ന്, ഓർഗനൈസേഷൻ എന്താണ് ഒരു ഓർഗനൈസേഷൻ? ഓർഗനൈസേഷൻ ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വർക്കിംഗ് ടുഗദർ ഫോർ ദ അച്ചീവ്മെന്റ് ഓഫ് സ്പെസിഫിക് ഗോൾ. ഒരു ലക്ഷ്യം, ഒരു ഗോള് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ടോ അതിലധികമോ പേര് കൂടി ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന് പറയുന്നതാണ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വർക്കിംഗ് ടുഗദർ ഫോർ ദ അച്ചീവ്മെന്റ് ഓഫ് സ്പെസിഫിക് ഗോൾ. അതാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, വാട്ട് ഈസ് മാനേജ്മെന്റ്? എന്താണ് മാനേജ്മെന്റ്? മാനേജ്മെന്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ വിത്ത് പീപ്പിൾ ഇൻ ഫോർമലി ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്സ്. ഫോർമൽ ആയിട്ടുള്ള ഓർഗനൈസ്ഡ് ഗ്രൂപ്പിനെ വെച്ചുകൊണ്ട് കാര്യങ്ങൾ, ഓർഗനൈസേഷനിലെ കാര്യങ്ങൾ നല്ല രീതിയിൽ നടത്തുന്നതിന് പറയുന്നതാണ് മാനേജ്മെന്റ്. അതാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്ന കാര്യം. മൂന്നാമത് പറഞ്ഞിരിക്കുന്ന മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് ഏതൊക്കെയാണ്? പ്ലാനിങ്, ഓർഗനൈസിങ്, കൺട്രോളിങ്, സ്റ്റാഫിങ്, ഡയറക്ടിങ് മുതലായവയാണ് ഒരു ഓർഗനൈസേഷന്റെ ഒരു മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ്. പിന്നെ മാനേജ്മെന്റ് ലെവൽസ് എന്ന് പറയുന്ന ടോപ്പ് ലെവൽ മാനേജ്മെന്റ്, പിന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ആണ്. ടോപ്പ് ലെവൽ മാനേജ്മെന്റ്, മിഡിൽ ലെവൽ മാനേജ്മെന്റ്, സൂപ്പർവൈസറി ഓർ ജൂനിയർ ലെവൽ മാനേജ്മെന്റ്. അപ്പോൾ ഓരോ ലെവൽസ് ഓഫ് മാനേജ്മെന്റും ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിൽ കൂടുതലായിട്ട് റോളുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ഹെൻറി ഫോയിൽസിന്റെ 14 പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് വേരിയസ് റോൾസ് ഓഫ് മാനേജേഴ്സ് ഇൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ മാനേജറുടെ പ്രധാനപ്പെട്ട റോൾ എന്താണ്? പ്രധാനമായിട്ടും മൂന്നായിട്ടാണ് റോൾസ് തിരിച്ചേക്കുന്നത്: ഇന്റർപേഴ്സണൽ റോൾസ്, ഇൻഫർമേഷൻ റോൾസ്, ഡിസിഷൻ റോൾസ്. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗനൈസേഷനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന സ്ട്രക്ചറിനെ വെച്ചുകൊണ്ടാണ് ഈ ഫോർമൽ or ഇൻഫോർമൽ. പിന്നെ പ്രൈമറി ആൻഡ് സെക്കൻഡറി, പിന്നെ പ്രിൻസിപ്പൽ ഒബ്ജക്റ്റീവ്സ് വെച്ചുകൊണ്ടും ഓർഗനൈസേഷനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതും ഈ ടോപ്പിക്കിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പിന്നെ ഈ ബിസിനസ് എൻവയോൺമെന്റിൽ റാപ്പിഡ് ആയിട്ടുള്ള ചേഞ്ചസ് ഇന്നത്തെ കാലത്ത് ഉണ്ടാകുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് മോഡേൺ ഓർഗനൈസേഷൻസ് ആണ് എന്നുള്ളത്. ആ മോഡേൺ ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സ്മാളർ സൈസ്, സ്മാളർ ലെയർ, ഹയർ ടെക്നിക്കൽ സ്കിൽസ്, ഫോക്കൺ ഓൺ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ, ഫ്ലെക്സി ടൈം ആൻഡ് ഫ്ലെക്സി പ്ലേസ്, ക്വാളിറ്റി ഓറിയന്റേഷൻ, മോർ എംപവർമെന്റ് അറ്റ് ദ മിഡിൽ ലെവൽ, ബിസിനസ് എത്തിക്സ് ഗെയിനിങ് ഗ്രൗണ്ട്, കണ്ടിന്യൂസ് ലേണിംഗ് ആൻഡ് വിജിലന്റ് ആൻഡ് ഡൈനാമിക് മാനേജ്മെന്റ് സ്റ്റൈൽസ് ഫോർ ദ സ്മൂത്ത് ആൻഡ് എഫിഷ്യന്റ് ഫങ്ഷനിങ് ഓഫ് ദ ഓർഗനൈസേഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയാൻ പോകുന്നത്. An organization is a group of people working together to achieve the specific goal. A manager play a central role in grouping the people and activities, establishing authority and responsibility, interacting with the people for the achievement of the organizational goal. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു കൂട്ടം ആളുകൾ ലക്ഷ്യം, സ്പെസിഫിക് ഗോള് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന് പറയുന്നതാണ് ഓർഗനൈസേഷൻ. അപ്പോൾ ആ ഓർഗനൈസേഷനിൽ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന വ്യക്തിയാണ് മാനേജർ. പലതരത്തിലുള്ള കാര്യങ്ങൾ ഗ്രൂപ്പിങ്ങിലും അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ ഗ്രൂപ്പിൽ അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫിക്സ് ചെയ്യുന്നത്, ആ ഗ്രൂപ്പിലുള്ള ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്തുകൊണ്ട് ആ ഗ്രൂപ്പിന്റെ ഗോള് നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതും ഈ പറയുന്ന മാനേജറാണ്. ഈ പെർഫോംസ് ദ ഫങ്ഷൻസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിങ് ഫോർ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദ ഓർഗനൈസേഷൻ. അപ്പോൾ മാനേജർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫങ്ഷൻസ്: പ്ലാൻ ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്യുന്നു, ഡയറക്റ്റ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു. ആ സ്ഥാപനത്തിന്റെ, ഓർഗനൈസേഷന്റെ സ്മൂത്ത് ആയിട്ടുള്ള ഫങ്ഷനിങ് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളാണ് മാനേജർ ചെയ്യുന്നത്. Moreover, continuous influence of the dynamic environment of the organization requires new managerial techniques to manage the changes. അതോടൊപ്പം തന്നെ നിലവിലുള്ള ബിസിനസ് സാഹചര്യത്തിൽ ഓവർകം ചെയ്യണം, ഇൻഫ്ലുവൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ മാനേജറിയൽ ടെക്നിക്സിനെ കുറിച്ചുള്ള അറിവും അതിനെക്കുറിച്ചുള്ള നോളജും ഒരു മാനേജർക്ക് വളരെ അത്യാവശ്യമായിട്ട് വേണ്ടതാണ്.
The detailed study of the various aspects of the organization and management may provide proper techniques for managing the effectively. അപ്പോൾ ഓർഗനൈസേഷനെ കുറിച്ചും മാനേജ്മെന്റിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് നോളജ് ഉള്ള ഒരു മാനേജർക്ക് മാത്രമേ ഈ പറയുന്ന ഓർഗനൈസേഷൻ എഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കൺസെപ്റ്റ് ഓഫ് ഓർഗനൈസേഷൻ. എന്താണ് ഒരു ഓർഗനൈസേഷൻ? ഓർഗനൈസേഷൻ എന്താണ് എന്നതിന്റെ ചോദ്യത്തിന് നമുക്ക് മറുപടി കിട്ടേണ്ടത് നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടാകണം. വാട്ട്, അതായത് എന്താണ് ഓർഗനൈസേഷൻ, വൈ, എന്തിനാണ് ഓർഗനൈസേഷൻ നമുക്ക് ആവശ്യമുള്ളത്, വെൻ, എപ്പോഴാണ് ഓർഗനൈസേഷൻ അതിന്റെ പർപ്പസ്, ലക്ഷ്യം, ആവശ്യം നിറവേറ്റുന്നത്, ഹൗ, എങ്ങനെയാണ് ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്നത്, വെയർ, ഓർഗനൈസേഷനെ മാനേജ് ചെയ്യുന്ന വ്യക്തികളെ നമുക്ക് എവിടെ നിന്ന് കണ്ടെത്താൻ സാധിക്കും, ഹൂ, ആരാണ് ഒരു എക്സലന്റ് ഓർഗനൈസേഷനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത്രയും ചോദ്യങ്ങൾക്കുള്ള ആൻസർ കിട്ടുമ്പോഴാണ് നമുക്ക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാവുന്നത്. ഫസ്റ്റ് ചോദിക്കാം, വാട്ട് ഡു വി മീൻ ബൈ ഓർഗനൈസേഷൻ? നമ്മൾ എന്താണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന വേർഡ് കൊണ്ട് സൂചിപ്പിക്കുന്നത്? Stoner, Freeman and Gilbert describes that an organization, two or more people working together in a structured way to achieve a specific goal or set of goals. ഇപ്പൊ സ്റ്റോണർ, ഫ്രീമാൻ, ഗിൽബർട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് രണ്ടോ അതിലധികമോ ആളുകൾ കൂടി ചേർന്ന് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള വേയിൽ അവരുടെ ഗോള് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ട്രക്ചേർഡ് വേയിൽ അവർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന് പറയുന്നതാണ് ഓർഗനൈസേഷൻ. ത്രൂ ദിസ് ഡിസ്ക്രിപ്ഷൻ സർട്ടൻ സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ എമർജ്. അപ്പൊ ഇതിൽ നിന്നും നമുക്ക് ഒരു ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് സൈലന്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന്, ഓർഗനൈസേഷൻ ഈസ് എ കോൺഗ്ലോമറേറ്റ് ഓഫ് മൾട്ടിപ്പിൾ നമ്പർ ഓഫ് പേഴ്സൺസ്. രണ്ടിലധികം ആളുകൾ കൂടി പ്രവർത്തിക്കുന്നതിനെയാണ് ഓർഗനൈസേഷൻ. റിലേഷൻഷിപ്പ് എമംഗ് ദ പീപ്പിൾ വർക്കിംഗ് ടുഗദർ ഈസ് ഡിഫൈൻഡ് ത്രൂ എ സ്ട്രക്ചർ. ആ ഓർഗനൈസേഷനിൽ വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതിനൊരു ഓർഡേർഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടായിരിക്കുന്നതാണ്. 3, ഓർഗനൈസേഷൻ സ്ട്രൈവ് ടു അച്ചീവ് എ പ്ലാൻഡ് ഗോൾ. ഒരു ലക്ഷ്യം, ഒരു ഗോള് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓർഗനൈസേഷൻ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും കൂടെ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. Robbins describe an organization as a consciously coordinated social entity with a relative identifiable boundary. റോബിൻസ് പറഞ്ഞിരിക്കുന്നത് ഒരു സോഷ്യൽ എൻറ്റിറ്റിയാണ്, കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു സോഷ്യൽ എൻറ്റിറ്റി. അതായത് എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നിശ്ചിത പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സോഷ്യൽ എൻറ്റിറ്റിയാണ് ഓർഗനൈസേഷൻ എന്നുള്ളതാണ് റോബിൻസ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ദ ആക്ടിവിറ്റീസ് ഓഫ് ഓർഗനൈസേഷൻ ആർ കോൺഷ്യസ്ലി കോർഡിനേറ്റഡ്. അപ്പോൾ ഒരു ഓർഗനൈസേഷന്റെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് അത് ഒരു ഗോളിലോട്ട് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മാനേജറെ കോർഡിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്, ദ ടേം റിലേറ്റീവ്ലി ഐഡന്റിഫൈഡ് ബൗണ്ടറി ഇംപ്ലൈസ് ദാറ്റ് ഓർഗനൈസേഷൻ വർക്ക്സ് വിത്തിൻ എ ഫ്ലെക്സിബിൾ യെറ്റ് ഡിഫൈനബിൾ ബൗണ്ടറി. ആ ഓർഗനൈസേഷന്റെ ബൗണ്ടറി, ഐഡന്റിഫൈഡ് ബൗണ്ടറി സൂചിപ്പിക്കുന്നത് ഓരോ ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നത് ഡിഫൈനബിൾ ആയിട്ടുള്ള ഇന്ന മേഖലയിലാണ് അല്ലെങ്കിൽ ഇന്ന ഏരിയയിൽ നിന്നുകൊണ്ടാണ് ഈ പറയുന്ന ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നത്. എനി ഓർഗനൈസേഷൻ വിത്ത് എ സിഗ്നിഫിക്കന്റ് സൈസ് ഹാവ് 3 layers ഓഫ് ബൗണ്ടറീസ്. ഒരു ഓർഗനൈസേഷൻ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള സൈസിലുള്ള ഓർഗനൈസേഷനിൽ 3 layers ഓഫ് ബൗണ്ടറീസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ ഇന്നർമോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്, അതായത് എംപ്ലോയീസ്, ഷെയർ ഹോൾഡേഴ്സ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. നെക്സ്റ്റ് ലെയർ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്, കസ്റ്റമേഴ്സ്, കോമ്പറ്റീറ്റേഴ്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സപ്ലയേഴ്സ്, ലേബർ യൂണിയൻസ്. അതിൽ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ബൗണ്ടറി എന്ന് പറയുന്നത് മൈക്രോ വേരിയബിൾസ് ലൈക്ക് എക്കണോമിക് വേരിയബിൾസ്, ടെക്നോളജിക്കൽ വേരിയബിൾസ്, പൊളിറ്റിക്കൽ വേരിയബിൾസ്, ലീഗൽ വേരിയബിൾസ് ഒക്കെയാണ് അതിന്റെ ഔട്ടർ മോസ്റ്റ് ലെയറിൽ വരുന്നത്. അപ്പൊ ഇങ്ങനെ ഒന്നിലധികം ഓതേഴ്സ് ഓർഗനൈസേഷനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ഓരോന്നും ഓരോ പോയിന്റ് ഓഫ് വ്യൂ വെച്ചുകൊണ്ടാണ് ഈ ഓർഗനൈസേഷനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ടോപ്പിക്ക് ബേസിക്സ് ഓഫ് മാനേജ്മെന്റ്. ബേസിക്സ് ഓഫ് മാനേജ്മെന്റ്. ഫസ്റ്റ്, മീനിങ് ഓഫ് മാനേജ്മെന്റ്. മീനിങ് ഓഫ് മാനേജ്മെന്റ്. Kuntz defines management the art of getting things done through with people in formally organized group.
അപ്പോൾ പല ഓതേഴ്സും പല രീതിയിൽ മാനേജ്മെന്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളതാണ് ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. മറ്റുള്ളവരെ കൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നതിന് മാനേജ് ചെയ്യുന്നതിന് പറയുന്നതാണ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് ഇസ് ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. മറ്റുള്ളവരെ കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതിന് പറയുന്നതാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ഹെൻറി എൽ സിസ്ക്, management is the coordination of all resources through the process of planning, organizing, directing, controlling in order to attain stated objectives. ഒരു ഓർഗനൈസേഷന്റെ സ്റ്റേറ്റഡ് ആയിട്ടുള്ള ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് പ്രോസസ്സിലൂടെ ഒരു സ്ഥാപനത്തിന്റെ ഒരു ഓർഗനൈസേഷൻ റിസോഴ്സസ് കോർഡിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് മാനേജ്മെന്റ്. In the recent era, management has emerged as a prominent profession. A management fulfill the following characteristics of a profession. ഇന്നത്തെ ഈ നൂറ്റാണ്ടിൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷനായിട്ട് ഫോം ചെയ്ത് വന്നിട്ടുണ്ട്. താഴെ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മാനേജ്മെന്റ് എന്ന് പറയുന്ന പ്രൊഫഷന് ഉള്ളത്. ഒന്ന്, മാനേജ്മെന്റ് ഈസ് എ ബോഡി ഓഫ് നോളജ്. കുറേ ഒരു ബോഡി ഓഫ് നോളജ് അല്ലെങ്കിൽ കൂടുതൽ ഏരിയ കവർ ചെയ്യുന്ന, സ്റ്റഡി ചെയ്യേണ്ട ഒരു മേഖലയാണ് മാനേജ്മെന്റ്. ദർ ഈസ് എ ഫോർമൽ ടീച്ചിങ് ഓഫ് ദാറ്റ് നോളജ്. മാനേജ്മെന്റ് എന്താണെന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫോർമൽ ടീച്ചിങ് അല്ലെങ്കിൽ പലതരത്തിലുള്ള കോഴ്സുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. മൂന്ന്, ദർ ആർ റെപ്രസെന്റേറ്റീവ്സ്, അസോസിയേഷൻസ് ആൻഡ് ബോഡി ഓഫ് മെമ്പേഴ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് ഫീൽഡിനെ പ്രതിനിധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അസോസിയേഷൻസും ബോഡി ഓഫ് മെമ്പേഴ്സും അല്ലെങ്കിൽ അതിൽ വരുന്ന വ്യക്തികൾ അല്ലെങ്കിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകളും ഉണ്ടാവും. നാലാമത്, there are ethical standard of conduct enforced by the profession. ഒരു മാനേജർ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നതിനെ കുറിച്ച് എത്തിക്കൽ സ്റ്റാൻഡേർഡും ഇന്ന് ഈ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ് ചെയ്യുന്നുണ്ട്. അഞ്ചാമത്തെ പോയിന്റ്, there is a provision of suitable remuneration to the members in the service of management. മാനേജ്മെന്റ് ലെവലിൽ പ്രവർത്തിക്കുന്ന മെമ്പേഴ്സിന് സ്യൂട്ടബിൾ റെമ്യൂണറേഷനും പ്രൊവിഷൻ ഇന്നത്തെ സാഹചര്യത്തിൽ ഉണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ മാനേജ്മെന്റ് എന്ന് പറയുന്ന പ്രൊഫഷനുള്ള പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ്, ഒന്ന് ഒരു ബോഡി ഓഫ് നോളജ് ആണ്. രണ്ട്, ഫോർമൽ ടീച്ചിങ് മെത്തേഡ്സ് ഉണ്ട്. അതിന് റെപ്രസെന്റേറ്റീവ് അസോസിയേഷനും ബോഡി ഓഫ് മെമ്പേഴ്സും ഉണ്ട്. മാനേജ്മെന്റിന് ഒരു എത്തിക്കൽ സ്റ്റാൻഡേർഡ് ഓഫ് എൻഫോഴ്സ്മെന്റ് ഉണ്ട്. പിന്നെ അവർക്ക് പ്രൊവിഷൻ ഫോർ സ്യൂട്ടബിൾ റെമ്യൂണറേഷൻ, എത്രയാണ് അവരുടെ റെമ്യൂണറേഷൻ എന്നതിനുള്ള പ്രൊവിഷൻസും ഇന്നത്തെ സാഹചര്യത്തിൽ വളർന്ന് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്, ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. In order to coordinate various activities and organization, various levels of management are created in general. There are 3 levels of management. ഒരു ഓർഗനൈസേഷനിലെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാനേജ്മെന്റിനെ 3 ലെവൽസ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ലെവല് ടോപ്പ് മാനേജ്മെന്റ്, സെക്കൻഡ് ലെവല് മിഡിൽ ലെവൽ മാനേജ്മെന്റ്, തേർഡ് ലെവല് സൂപ്പർവൈസറി ഓർ ജൂനിയർ ലെവൽ മാനേജ്മെന്റ്. അതിൽ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് വരുന്നതാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ചെയർപേഴ്സൺ, മാനേജിംഗ് ഡയറക്ടർ, ജനറൽ മാനേജേഴ്സ്, അവരൊക്കെയാണ് ടോപ്പ് ലെവൽ മാനേജ്മെന്റിൽ വരുന്നത്. ടോപ്പ് ലെവൽ മാനേജ്മെന്റ് പ്രധാനമായിട്ടും പ്ലാനിങ്, ഓർഗനൈസിംഗ്, ഡയറക്ടിങ്, കൺട്രോളിംഗ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത്. കൂടുതലായിട്ടും പ്ലാനിങ് ആൻഡ് ഓർഗനൈസിംഗ് ലെവൽസിലാണ് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നത്. അതിൽ ദ കൺസേൺ ഫോർ ദ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഇൻക്ലൂഡ്, അതിൽ ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്ന് പറയുന്നത് എൻഹാൻസിങ് ഷെയർ ഹോൾഡർ വാല്യൂസ്, ഷെയർ ഹോൾഡേഴ്സ് വാല്യൂസ് ഇൻക്രീസ് ചെയ്യുക, ആ സ്ഥാപനത്തിന് ഒരു മിഷൻ ഉണ്ടാക്കി കൊടുക്കുക, ആ സ്ഥാപനത്തിന്റെ ഒബ്ജക്റ്റീവ്സ്, ഓവറോൾ ഒബ്ജക്റ്റീവ്സ് നിറവേറ്റുന്നുണ്ട്, അതിലേക്കാണ് ആ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം ഉറപ്പാക്കുക. ടേക്കിംഗ് പോളിസി ഡിസിഷൻസ്, പ്രധാനപ്പെട്ട പോളിസിയുമായി ബന്ധപ്പെട്ട ഡിസിഷൻസ് എടുക്കുക. റിവ്യൂ ഓഫ് ബഡ്ജറ്റ്, ആ സ്ഥാപനത്തിന്റെ ബഡ്ജറ്റ് റിവ്യൂ ചെയ്യുക ഓർഗനൈസേഷനെ മുൻനിർത്തിക്കൊണ്ട്. ആ ഓർഗനൈസേഷന്റെ ഫിനാൻസ് വെച്ചുകൊണ്ട് ബഡ്ജറ്റ് റിവ്യൂ ചെയ്യുക. മെയിൻറ്റെയിനിങ് പ്രോഗ്രസ്, ആ സ്ഥാപനത്തിനെ മുന്നോട്ട് നയിക്കുക. പ്രോഫിറ്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി, ആ സ്ഥാപനത്തിന് പ്രോഫിറ്റും അതോടൊപ്പം തന്നെ നിലവിലുള്ള സാഹചര്യത്തിൽ നിലനിൽപ്പും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതൊക്കെയാണ് ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ്. ഇനി മിഡിൽ ലെവൽ മാനേജ്മെന്റിലോട്ട് വരുമ്പോൾ ആണെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ ഗൈഡൻസ് അത് അക്കംപ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്, അത് നടപ്പിലാക്കുക എന്നുള്ളതാണ് മിഡിൽ ലെവൽ മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ചുമതല.
The prime concern of the middle management is to carry out the organization function in more detail in order to keep top management free for doing planning level activities. അപ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെന്റിന് പ്ലാനിംഗ് ലെവൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ കുറച്ചുകൂടെ പോളിസി ലെവലിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് അതിന് വേണ്ടിയിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ അവരെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ് മിഡിൽ ലെവൽ മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ചുമതല. ഇനി മൂന്നാമത്തെ ലെവലാണ് സൂപ്പർവൈസറി ഓർ ജൂനിയർ ലെവൽ മാനേജ്മെന്റ്. There is more requirement of technical skills than conceptual skills or human skills. അപ്പോൾ കൂടുതലായിട്ട് ടെക്നിക്കൽ സ്കില്ലോ നോളജോ വേണ്ട മേഖലയാണ് ഈ പറയുന്ന സൂപ്പർവൈസറി അല്ലെങ്കിൽ ജൂനിയർ ലെവൽ. അവിടെ കൂടുതലായിട്ടും ഹ്യൂമൻ സ്കിൽസ് ആണ്, കൺസെപ്ച്വൽ അല്ലെങ്കിൽ ഹ്യൂമൻ സ്കിൽസ് ആണ് നമുക്ക് ആവശ്യം വേണ്ടത്. However, in the modern era, when the role of the service sector is increasing in the economy, the importance of human skills is increasing at the levels of middle level management also. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ സർവീസ് സെക്ടറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ കൂടുതൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും മിഡിൽ ലെവൽ മാനേജ്മെന്റിനും ഈ പറയുന്ന ഹ്യൂമൻ സ്കിൽസിന്റെ ഇമ്പോർട്ടൻസ് കൂടി വരികയാണ്. All three levels of management, top, middle or junior, plays a crucial role in achieving the organizational goals. അപ്പോൾ ഈ മൂന്ന് ലെവലും ആയിക്കോട്ടെ, അതിൽ വരുന്ന ടോപ്പ്, മിഡില്, ജൂനിയർ ലെവല് പ്രധാനപ്പെട്ട റോൾ, ഓർഗനൈസേഷന്റെ ഗോള് നേടിയെടുക്കുന്നതിൽ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നുണ്ട്. അവരുടെ മൂന്ന് പേരുടെയും ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് 3 ലെവൽസ് ആയിട്ടാണ് വരുന്നത്. ടോപ്പ് മാനേജ്മെന്റ് കൂടുതലായിട്ടും പ്ലാനിങ്, ഓവറോൾ പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ് ആണ്. മിഡിൽ ലെവല് കൂടുതലായിട്ടും ഡീറ്റെയിൽ ഓർഗനൈസിങ്ങിലാണ് കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കുന്നത്. ജൂനിയർ ലെവൽസ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് കൺസേൺഡ് വിത്ത് ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്, അതായത് കൺട്രോളിങ്, ഡയറക്റ്റിംഗ്, അല്ലെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ജൂനിയർ ലെവൽസിൽ ചെയ്യേണ്ടത്. However, now where the witnessing appropriate empowerment at the level of middle level and junior level management. അപ്പോൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമുക്ക് കൂടുതലായിട്ടുള്ള ചേഞ്ചസ് മിഡിൽ ലെവലിലും ജൂനിയർ ലെവലിലും കാണാൻ സാധിക്കുന്നുണ്ട്. അവർക്ക് കൂടുതലായിട്ട് നോളജ് അല്ലെങ്കിൽ കൂടുതലായിട്ട് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഒരു എംപവർമെന്റ് ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. Thus the roles of these two levels are enhancing in the modern organization. അതുകൊണ്ട് തന്നെ ഒരു മോഡേൺ ഓർഗനൈസേഷനിൽ ജൂനിയർ ആൻഡ് മിഡിൽ ലെവലിലെ റോൾസ് ഓരോ ദിവസം കഴിയുമ്പോഴും കൂടി വരികയാണ്. നെക്സ്റ്റ് ടോപ്പിക്, ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ഡിഫറെന്റ് എക്സ്പെർട്ട് ഹാവ് ഡിസ്ക്രൈബ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഇൻ വേരിയസ് വേസ്. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിനെ പല എക്സ്പേർട്സും പല രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. However, ജനറൽ പ്രിൻസിപ്പിൾസ്, അതായത് നമ്മൾ കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്നറിയപ്പെടുന്നത് ഹെൻറി ഫോയലിലെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഡിസിപ്ലിന്, യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, subordination of individual interest to the general interest, remuneration, centralization, scalar chain, order, equity, stability of staff, initiative, spirit, decops. ഈ 14 പ്രിൻസിപ്പിൾസ് ആണ് ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് അറിയപ്പെടുന്നത്. പല എക്സ്പേർട്ടും പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഏറ്റവും കൂടുതൽ അപ്രൂവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അംഗീകാരം ലഭിച്ചിട്ടുള്ളതാണ് ഈ പറയുന്ന ഹെൻറി ഫോയലിന്റെ 14 പ്രിൻസിപ്പിൾസ്. ആ 14 പ്രിൻസിപ്പിൾസിൽ പെട്ടതാണ് 1 ഡിവിഷൻ ഓഫ് വർക്ക്, 2 അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, 3 ഡിസിപ്ലിന്, 4 യൂണിറ്റി ഓഫ് കമാൻഡ്, 5 യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, 6 സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്, 7 റെമ്യൂണറേഷൻ, 8 സെൻട്രലൈസേഷൻ, 9 സ്കാലർ ചെയിൻ, 10 ഓർഡർ, 11 ഇക്വിറ്റി, 12 സ്റ്റെബിലിറ്റി ഓഫ് സ്റ്റാഫ്, 13 ഇനിഷ്യേറ്റീവ്, 14 എസ്പിരിറ്റ് ഡി കോപ്സ്. നമുക്കറിയാം, ഓരോന്നും നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. എസ്പിരിറ്റ് ഡി കോപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിയൻ ഈസ് സ്ട്രെങ്ത്. ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ ഇനിഷ്യേറ്റീവ് എടുക്കണം. അതായത് ഇപ്പോൾ അതാത് സമയങ്ങളിൽ ഓർഗനൈസേഷൻ എന്ത് കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കണം. എ ക്ലൈമറ്റ് ഓഫ് സഫിഷ്യൻസി ആൻഡ് ഇൻ ടോളറേറ്റിംഗ് മിസ്റ്റേക്ക് ഷുഡ് ബി പ്രൊമോട്ടഡ്. അതായത് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മിസ്റ്റേക്കുകൾ ടോളറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അറ്റ്മോസ്ഫിയർ നമ്മൾ സ്ഥാപനത്തിൽ വളർത്തി എടുക്കേണ്ടതാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത്, apart from these 14 principles of management, by the
Foyle. There are some other principles of management which you should know in brief. They are ഈ 14 പ്രിൻസിപ്പിൾസ് കൂടാണ്ട് വേറെയും കുറേ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിൽ പെട്ടതാണ് ഒന്ന് ഹാർമോണി ഓഫ് ഒബ്ജക്റ്റീവ്സ്, യൂണിവേഴ്സാലിറ്റി ഓഫ് മാനേജ്മെന്റ്, പ്രൈമസി ഓഫ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്ലാനിങ്, കൺട്രോൾ ബൈ എക്സെപ്ഷൻ, ഡിസിഷൻ ബൈ എക്സെപ്ഷൻ, ഈക്വാലിറ്റി ഓഫ് ഓർഡർ, അതോറിറ്റി, പവർ, റെസ്പോൺസിബിലിറ്റി, കോർഡിനേഷൻ ഒക്കെയാണ് ഈ 14 പ്രിൻസിപ്പിൾസ് കൂടാതെയുള്ള പ്രിൻസിപ്പിൾസ്. 14 പ്രിൻസിപ്പിൾസ് ആണ് ഇമ്പോർട്ടന്റ്. അത് കൂടാണ്ട് വേറെയും കുറെ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഹാർമോണി ഓഫ് ഒബ്ജക്റ്റീവ്സ്, യൂണിവേഴ്സാലിറ്റി ഓഫ് മാനേജ്മെന്റ്, പ്രൈമസി ഓഫ് ഒബ്ജക്റ്റീവ് ആൻഡ് പ്ലാനിങ്, കൺട്രോൾ ബൈ എക്സെപ്ഷൻ, ഡിസിഷൻ ബൈ എക്സെപ്ഷൻ, equality of authority, power and responsibility and accountability, coordination ഒക്കെയാണ് പ്രധാനപ്പെട്ട ഹെൻറി ഫോയലിന്റെ ജനറൽ പ്രിൻസിപ്പിൾസ് മാനേജിന് കൂടാതെയുള്ള പ്രിൻസിപ്പിൾസ്. നെക്സ്റ്റ് ടോപ്പിക് ഫങ്ഷൻസ് ഓഫ് മാനേജേഴ്സ്. It may be interesting to note that 3 terms, organizational management and manage, are quite different from each other, yet for practical purpose they are inseparable. നമുക്കറിയാൻ എടുത്തു പറയേണ്ട കാര്യമാണ് ഈ 3 ടേംസ് ഓർഗനൈസേഷൻ, മാനേജ്മെന്റ് ആൻഡ് മാനേജർ, അത് ഡിഫറെന്റ് ടേംസ് ആണെങ്കിൽ കൂടി നമുക്ക് ഒരിക്കലും അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന 3 ടേംസ് ആണ് ഓർഗനൈസേഷൻ, മാനേജ്മെന്റ് ആൻഡ് മാനേജർ. അതില് മാനേജർമാര് ഒരുപാട് ഫങ്ഷൻസും റോൾസും കൈകാര്യം ചെയ്യുന്നുണ്ട്. Though the terms of function and role are used interchangeably, there is difficulty between these 2 items. അതിൽ ഫങ്ഷൻസും റോളും നമ്മൾ പലപ്പോഴും മാറി മാറി ഉപയോഗിക്കാറുണ്ടെങ്കിൽ കൂടി ഫങ്ഷൻസ് ഓഫ് എ മാനേജർ എന്ന് പറയുന്നത് അതിന്റെ അതോറിറ്റി ലെവലിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന അധികാരം വെച്ചുകൊണ്ട് അവർ ചെയ്യേണ്ട ടാസ്ക് ആണ് ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ആസ് വെൽ ആസ് അക്കോർഡിംഗ് ടു ദ ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പൊസിഷൻ ഓഫ് ദ മാനേജർ, മാനേജറുടെ പൊസിഷനിലെ ജോബ് ഡിസ്ക്രിപ്ഷൻ വെച്ചുകൊണ്ട് അവർ ചെയ്യുന്ന അതോറിറ്റി വെച്ചുകൊണ്ട് അവർ ചെയ്യേണ്ട ടാസ്കിനെയാണ് നമ്മൾ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മാനേജർമാരുടെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിങ്, കമ്മ്യൂണിക്കേറ്റിംഗ്, ഡിസിഷൻ മേക്കിംഗ്, കൺട്രോളിങ്. മാനേജർമാരുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ് ഫങ്ഷൻസ് ഓഫ് മാനേജേഴ്സ്: പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ്, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കൺട്രോളിങ്. ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. പിന്നെ നെക്സ്റ്റ് ടോപ്പിക് റോൾസ് ഓഫ് മാനേജേഴ്സ്. റോൾസ് ഓഫ് മാനേജേഴ്സ്. ഹെൻറി മിൻസ്ബർഗ് ഹാസ് ഐഡന്റിഫൈഡ് 10 roles of managers. The roles of managers are as follows. ഹെൻറി മിൻസ്ബർഗ് മാനേജർമാരുടെ 10 റോൾസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ആ റോൾസിനെ കുറിച്ചാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അതിൽ വരുന്നതാണ് ഒന്ന് ഇന്റർപേഴ്സണൽ റോൾസ്. ഇന്റർപേഴ്സണൽ റോൾസിൽ 3 റോൾസ് ആണ് വരുന്നത്: ലീഡിങ്, ലൈസൺ, സിംബൽ. ലീഡിങ്, ലൈസൺ, സിംബൽ ഓർ ഫിഗർ ഹെഡ്. അടുത്തതാണ് ഇൻഫർമേഷണൽ റോൾസിൽ വരുന്നതാണ് മോണിറ്ററിങ്, ഷെയറിങ് ഇൻഫർമേഷൻ, സ്പോക്ക് പേഴ്സൺ. അടുത്ത ഡിസിഷണൽ റോളിൽ വരുന്നതാണ് ടേക്കിംഗ് ഇനീഷ്യേറ്റീവ്, ഹാൻഡ്ലിംഗ് ഡിസഗ്രിമെന്റ്, അലോക്കേറ്റിംഗ് റിസോഴ്സസ്, നെഗോഷിയേറ്റിംഗ്. അങ്ങനെ 10 റോൾസ് ആണ് ഒരു മാനേജർ ഒരു സ്ഥാപനത്തിൽ കൈകാര്യം ചെയ്യുന്നത്. ആ 10 റോൾസിനെ ഹെൻറി മിൻസ്ബർഗിന്റെ 10 റോൾസിനെ നമ്മൾ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്: ഇന്റർപേഴ്സണൽ റോൾസ്, ഇൻഫർമേഷണൽ റോൾസ് ആൻഡ് ഡിസിഷണൽ റോൾസ്. അതിൽ ഇന്റർപേഴ്സണൽ റോൾസിൽ 3 ലീഡിങ്, ലൈസന്, സിംബല്. ഇൻഫർമേഷനിൽ മോണിറ്ററിങ്, ഷെയറിംഗ് ഇൻഫർമേഷന്, സ്പോക്ക് പേഴ്സണ്. ഡിസിഷണൽ റോൾസിൽ വരുന്നതാണ് ടേക്കിംഗ് ഇനിഷ്യേറ്റീവ്, ഹാൻഡ്ലിംഗ് ഡിസഗ്രിമെന്റ്, അലോക്കേറ്റിംഗ് റിസോഴ്സസ്, നെഗോഷിയേറ്റിംഗ്. നെക്സ്റ്റ് ടോപ്പിക് ഓർഗനൈസേഷൻ ആസ് എ പ്രോസസ് ഓഫ് മാനേജ്മെന്റ്. Out of the various functions of management, organizing is one of them. മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസിൽ പെട്ട പ്രധാനപ്പെട്ട ഫങ്ഷൻ ആണ് ഓർഗനൈസിങ്. However, before organizing various activities within the organization itself needs to be organized through its defined structure. In the light of the organizing, the organization itself becomes an important process of management. അപ്പോൾ ഓർഗനൈസിംഗ് ആണ് പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എങ്കിൽ കൂടി ഓർഗനൈസിംഗ് നടത്തുന്നതിന് മുൻപ് ഓർഗനൈസേഷനിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. ആ സ്ട്രക്ചറിനെ വെച്ചുകൊണ്ട് മാത്രമേ ആ സ്ഥാപനത്തിലെ ഓർഗനൈസിംഗ് നമുക്ക് ബെറ്റർ ആയിട്ട് നടത്താൻ സാധിക്കത്തുള്ളൂ. McFarland defines management as the process by which manager create, direct and maintain
and operate purposely organization through systematic, coordinated and cooperative human efforts. In order to achieve the desired result in an organization, the process of management should be such that it should lead to the effective achievement of the objectives. അപ്പോൾ ഓർഗനൈസേഷൻ മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിന്റെ പ്രധാനപ്പെട്ട റിസോഴ്സസ് എല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അതിന്റെ ആ ലക്ഷ്യങ്ങൾ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള എല്ലാ കാര്യങ്ങളെയും കോർഡിനേറ്റ് ചെയ്ത് ഹ്യൂമൻ എഫേർട്സിനെ കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഒരു മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ദൗത്യം അല്ലെങ്കിൽ അവരുടെ പ്രോസസ്സ്. The process of planning, organizing, staffing, directing, controlling need to be continue effectively as long as the organization need to achieve objectives. അതായത് ആ ഓർഗനൈസേഷൻ ബിസിനസ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിങ്, കൺട്രോളിങ് മുതലായവ എഫക്റ്റീവായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് ടോപ്പിക് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഓൺ ദ ബേസിസ് ഓഫ് സ്ട്രക്ചറിനെ വെച്ചുകൊണ്ട് ഫോർമൽ ഓർഗനൈസേഷൻ എന്നും ഇൻഫോർമൽ ഓർഗനൈസേഷനും എന്ന് തിരിച്ചിട്ടുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് ഇമോഷണൽ ഇൻവോൾവ്മെന്റ് ഓഫ് മെമ്പേഴ്സ്, പ്രൈമറി ഓർഗനൈസേഷൻ ആൻഡ് സെക്കൻഡറി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. On the basis of structure, formal organization and informal organization. On the basis of emotional involvement of members, primary and secondary organization. പിന്നെ തിരിച്ചിട്ടുണ്ട് ഒബ്ജക്റ്റീവ്സ് വെച്ചുകൊണ്ട് ഓർഗനൈസേഷനെ സർവീസ് ഓർഗനൈസേഷൻ, എക്കണോമിക് ഓർഗനൈസേഷൻ, റിലീജിയസ് ഓർഗനൈസേഷൻ, പ്രൊട്ടക്റ്റീവ് ഓർഗനൈസേഷൻ, ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ആറായിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രിൻസിപ്പൽ ഒബ്ജക്റ്റീവ്സ് വെച്ച് ഓർഗനൈസേഷൻ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പൽ ഒബ്ജക്റ്റീവ്സ് വെച്ചുകൊണ്ട് ഓർഗനൈസേഷൻ ആറായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. സർവീസ് ഓർഗനൈസേഷൻ, എക്കണോമിക് ഓർഗനൈസേഷൻ, റിലീജിയസ് ഓർഗനൈസേഷൻ, പ്രൊട്ടക്റ്റീവ് ഓർഗനൈസേഷൻസ്, ഗവൺമെന്റ് ഓർഗനൈസേഷൻസ്, സോഷ്യൽ ഓർഗനൈസേഷൻസ്. നെക്സ്റ്റ് ടോപ്പിക് ഫീച്ചേഴ്സ് ഓഫ് ഓർഗനൈസേഷൻ, ഫീച്ചേഴ്സ് ഓഫ് മോഡേൺ ഓർഗനൈസേഷൻ. മോഡേൺ ഓർഗനൈസേഷന്റെ ഫീച്ചേഴ്സ് പറയുന്നതിന് മുൻപ് ഇന്നത്തെ എക്കണോമിക് എൻവയോൺമെന്റിന്റെ പ്രധാനപ്പെട്ട ചേഞ്ചസ് ഏതാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. എക്കണോമിക് എൻവയോൺമെന്റിന്റെ പ്രധാനപ്പെട്ട ചേഞ്ചസ് ഏതാണെന്നുള്ള കാര്യം നോക്കാം. The economy has become more competitive and organizations are facing stiff competition. ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ എക്കണോമി എന്ന് പറയുന്നത് കുറച്ചും കൂടെ മത്സര സ്വഭാവമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓരോ ഓർഗനൈസേഷനും കൂടുതലായിട്ടുള്ള കോമ്പറ്റീഷൻ, അതിന്റെ ഗ്രോത്തിനും സർവൈവലിനും വേണ്ടിയിട്ട് കൂടുതലായിട്ടുള്ള മത്സരം ഫേസ് ചെയ്യുന്നുണ്ട്. വേരിയസ് എക്കണോമീസ് ആർ ജോയിൻ ഹാൻഡ്സ് ടുഗദർ ടു എൻജോയ് ദ ഹയർ എക്കണോമീസ് ഓഫ് സ്കെയിൽ. അതായത് പലതരത്തിലുള്ള എക്കണോമീസ് കൂടി ചേർന്നുകൊണ്ട് കൂടുതലായിട്ട് ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ പ്രൊഡക്ഷൻ അവർ നടത്തുന്നുണ്ട്. ദിസ് ഫർദർ ക്രിയേറ്റഡ് ദ മോർ ചലഞ്ചസ് ടു ദ ഓർഗനൈസേഷൻ ഇൻ ദ ഡെവലപ്പിംഗ് കൺട്രീസ്. അപ്പം അങ്ങനെ വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ പോലെയുള്ള വലിയ കമ്പനികൾ വളർന്നു വരുന്നത് കൊണ്ട് ഡെവലപ്പിംഗ് കൺട്രീസിലെ സ്ഥാപനങ്ങളെ അത് പലപ്പോഴും ചലഞ്ച് ചെയ്യുന്നുണ്ട്, അവർക്ക് ഭീഷണിയായിട്ട് മാറുന്നുണ്ട്. മൂന്നാമത് ജോയിന്റ് ഓർഗനൈസേഷൻ ആർ ജോയിൻ ഹാൻഡ്സ് ടു മെർജർ ആൻഡ് അക്വിസിഷൻ. വലിയ കമ്പനികൾ മെർജിങ്ങിലൂടെയും അക്വിസിഷനിലെയും ടേക്ക് ഓവറിലൂടെയും എക്കണോമിയിലെ ബെനിഫിറ്റ്സ് പിടിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഡൊമസ്റ്റിക് ഓർഗനൈസേഷൻ, അത് ബിഗ് ആയാലും സ്മോൾ ആയാലും മാർക്കറ്റിൽ സർവൈവ് ചെയ്യാനും ഗ്രോ ചെയ്യാനും അവർ പ്രോബ്ലംസിൽ അല്ലെങ്കിൽ അവർ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. International norms, domestic laws and mood of the policy makers throughout the world are getting tilted towards letting organization survive through the എക്സലൻസ്. അപ്പോൾ ഈ പറയുന്ന ഇന്റർനാഷണൽ ആയിട്ടുള്ള നിയമങ്ങളിലുള്ള വ്യത്യാസങ്ങൾ, ഡൊമസ്റ്റിക് ലോസ്, മൂഡ് ഓഫ് ദ പോളിസി മേക്കേഴ്സ് എങ്ങനെയുള്ള പോളിസിയാണ് എടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർഗനൈസേഷന്റെ പ്രവർത്തനത്തിനെ അതിന്റെ സർവൈവിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ടെക്നോളജി ഈസ് ബീങ് സബ്സ്റ്റിറ്റ്യൂട്ട് ഓഫ് മാൻ പവർ. അതായത് ഹ്യൂമൻ പവറിന് ഇന്ന് പകരമായിട്ട് കൂടുതലായിട്ടും ടെക്നോളജിയാണ് അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. കോൺട്രിബ്യൂഷൻ സർവീസ് സെക്ടർ, അതായത് നാഷണൽ എക്കണോമിയിൽ സർവീസ് സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഓരോ ദിവസം കഴിയുമ്പോഴും കൂടി വരികയാണ്. കൂടുതലായിട്ടും കമ്പ്യൂട്ടറൈസ്ഡ് റെവല്യൂഷനൈസ്ഡ് വർക്ക് പ്ലേസ് ആണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. അടുത്ത പ്രൊഡ്യൂസേഴ്സിന് സ്റ്റിഫ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. പിന്നെ ഒബ്സോളസൻസ്, ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മാർക്കറ്റിൽ നിന്ന് ഔട്ടായി പോകുന്ന അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. ലോകം മൊത്തം ഒരു ഗ്ലോബൽ വില്ലേജ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. മൾട്ടിനാഷണൽ ഓർഗനൈസേഷൻസ് ഒരു മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയിലോട്ട് അവർ പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും. നെക്സ്റ്റ് സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് മോഡേൺ ഓർഗനൈസേഷൻ. സൈലന്റ് ഫീച്ചേഴ്സ്, ഇന്നത്തെ ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്
There is a tendency towards organization becoming smaller with respect to the size of the manpower. അതായത് മാൻ പവറിനെ അവിടെ ജോലി ചെയ്യുന്ന ആളുകളെ വെച്ചുകൊണ്ട് ചെറിയ ഓർഗനൈസേഷൻസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്പർ ഓഫ് ലെയേഴ്സ് ഇൻ ദ ഓർഗനൈസേഷൻ ആർ റെഡ്യൂസിങ്. ഓർഗനൈസേഷനിലുള്ള നമ്പർ ഓഫ് ലെയേഴ്സ് അതായത് അവിടെയുള്ള സ്റ്റാഫിന്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആവറേജ് ടെക്നിക്കൽ സ്കിൽസ് ഓഫ് മോഡേൺ ടെക്നിക്കൽ വർക്കേഴ്സ് ഇസ് മച്ച് മോർ ദാൻ ദ എയർലിയർ കൗണ്ടർ പാർട്സ്. നേരത്തെ ഉണ്ടായതിനേക്കാളും കൂടുതലായിട്ടുള്ള മോഡേൺ ടെക്നിക്കൽ വർക്കേഴ്സ് ആണ് ഇന്ന്, ടെക്നിക്കൽ സ്കില്ലുള്ള വർക്കേഴ്സ് ആണ് ഇന്ന് കൂടുതലായിട്ടും ഉള്ളത്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് കൂടുതലായിട്ട് ഫോക്കസ് കൊടുക്കുന്നത്. ഫ്ലെക്സി ടൈം, ഫ്ലെക്സി പ്ലേസ് ആർ മോർ ഫ്രീക്വൻ്റ്ലി ബീങ് അപ്ലൈഡ്. അതായത് ഏത് സമയത്തും ഏത് സ്ഥലത്തും പ്രോഡക്റ്റ് അല്ലെങ്കിൽ സേവനം കൊടുക്കാം എന്നുള്ള കൺസെപ്റ്റിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്വാളിറ്റി ഓറിയന്റേഷൻ ആണ് ഇന്നത്തെ മോഡേൺ ഓർഗനൈസേഷൻസ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സർവീസ് ഓർഗനൈസേഷൻ്റെ എമർജൻസ് അല്ലെങ്കിൽ റോള് ഓരോ ദിവസം കഴിയുമ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്. മിഡിൽ ലെവൽ ആൻഡ് ജൂനിയർ ലെവൽ മാനേജ്മെന്റിന് കൂടുതലായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ലെവൽ, ടോപ്പ് ലെവൽ മാനേജ്മെന്റിനോടൊപ്പം തന്നെ അവരും ഫ്രീക്വൻ്റ് ആയിട്ട് ഡിസിഷൻ മേക്കിംഗ് ലെവലിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ബിസിനസ് എത്തിക്സിന് കൂടുതലായിട്ട് പ്രാധാന്യമുണ്ട്. പലപ്പോഴും ബിസിനസിന്റെ സർവൈവലിനെ തീരുമാനിക്കുന്നത് ഈ എത്തിക്സിന്റെ ഇമ്പോർട്ടൻസ് ആണ്, എത്തിക്സ് ആണ്. പിന്നെ ഇൻഡിവിജ്വൽ ലേണിംഗ് ആൻഡ് ഓർഗനൈസേഷൻ ലേണിംഗ് ആർ എംഫസിസ് ബിക്കോസ് എനി ടെക്നോളജിക്കൽ കൺസെപ്റ്റ് ബോത്ത് ആർ ഗെറ്റിംഗ് സബ്ജക്ട് ടു ദ ഡിപ്ലീഷൻ വെരി ഫാസ്റ്റ്. ഇൻഡിവിജ്വൽ ലേണിംഗും ഓർഗനൈസേഷൻ ലേണിംഗും പെട്ടെന്ന് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് പറയുന്ന കൺസെപ്റ്റുകളെല്ലാം പെട്ടെന്ന് തന്നെ മാർക്കറ്റിൽ നിന്ന്, പുതിയ പുതിയ കൺസെപ്റ്റുകളെല്ലാം, ടെക്നോളജിക്കൽ കൺസെപ്റ്റുകളെല്ലാം പെട്ടെന്ന് തന്നെ മാർക്കറ്റിൽ നിന്നും ഒഴിവായി പോകുന്ന അവസ്ഥയുണ്ട്. ഡ്യൂ ടു മോർ അഡ്വന്റ് ഓഫ് മൾട്ടിനാഷണൽ ഓർഗനൈസേഷൻ കോൾ കൾച്ചറൽ ഇഷ്യൂസ്, ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനികളുടെ ഫോർമേഷൻ വന്നതോടുകൂടി ക്രോസ് കൾച്ചർ, പല കൾച്ചറിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള പലതരത്തിലുള്ള ഇഷ്യൂസ് അവർ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. കൺസെപ്റ്റ് ഓഫ് പെർമനന്റ് ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസേഷൻ ബീങ് റീപ്ലേസ്ഡ് ബൈ ദ ഔട്ട്സോഴ്സിംഗ്. ഓരോ സ്ഥാപനത്തിൽ പെർമനന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് മാറിക്കൊണ്ട് അവരുടെ വർക്കുകളെല്ലാം ഔട്ട്സോഴ്സ് ചെയ്യുന്ന രീതിയിലോട്ട് സ്ഥാപനങ്ങളിൽ അവരുടെ പ്രവർത്തനം മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് മോഡേൺ ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്.